നമുക്ക് പാർലമെൻറ്റുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ നമ്മുടെ രാജ്യസഭ, ലോകസഭ, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഇവരിലൊക്കെ കുറച്ച് പ്രധാനപ്പെട്ട അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് ജസ്റ്റ് കണ്ടുപിടിക്കാം. ഒന്ന്, ഏറ്റവും കൂടുതൽ കാലം രാജ്യസഭ സെക്രട്ടറി ജനറലായ വ്യക്തി ആര് എന്ന് ചോദിക്കും. ആരാണ്? BN ബാനർജിയാണ്. അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ കാലം രാജ്യസഭ അധ്യക്ഷനായ അഥവാ ഏറ്റവും കൂടുതൽ കാലം വൈസ് പ്രസിഡൻ്റായ വ്യക്തി ആരാണ്? ഹമീദ് അൻസാരിയാണ്. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ പ്രസിഡൻറ്റും 2 തവണ വൈസ് പ്രസിഡൻ്റ് ആയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തേക്കാൾ കൂടുതൽ എന്താണ് ദിവസം കൊണ്ട് ആര് കൂടുതലാണ്? ഹമീദ് അൻസാരി കൂടുതലാണ്. അത് കഴിഞ്ഞ് രാജ്യസഭയുടെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണെന്ന് ചോദിക്കും. ആരാണ്? SV കൃഷ്ണമൂർത്തി. രാജ്യസഭയുടെ ആദ്യത്തെ ഉപാധ്യക്ഷൻ SV കൃഷ്ണമൂർത്തിയാണ്. രാജ്യസഭാ ഉപാധ്യക്ഷനായ ആദ്യം മലയാളി നമ്മൾ ആൾറെഡി പറഞ്ഞതാണ്, MM ജേക്കബാണ്. രണ്ടാമത്തെ മലയാളി PJ കുര്യനാണ്. രാജ്യസഭാ ഉപാധ്യക്ഷനായ ആദ്യം വനിത വയലറ്റ് ആൽവയാണെന്നുള്ളതും ഓർത്തിരിക്കുക. ഏറ്റവും കൂടുതൽ കാലം രാജ്യസഭാ ഉപാധ്യക്ഷനായ വ്യക്തി അല്ലെങ്കിൽ ആ സ്ത്രീ എന്ന് പറയുന്നത് നജ്മ ഹെപ്തുള്ളയാണ്. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ വനിത രുക്മിണി ദേവി അരുൺദേലയാണ് എന്നുള്ളതും ജസ്റ്റ് ഇതിനകത്തേക്ക് ഓർത്തിരിക്കുക. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത ആദ്യ മലയാളി KM പണിക്കരാണ്. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത രണ്ടാമത്തെ കായിക താരം മേരി കോമാണ്. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത ആദ്യത്തെ അഭിനേതാവ് പൃഥ്വിരാജ് കപൂറാണ്. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത ആദ്യ അഭിനേത്രി നർഗീസ് ദത്തും. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത ആദ്യ അഭിനേത്രി അല്ലെങ്കിൽ വനിത എന്ന് പറയുന്നത് നർഗീസ് ദത്തുമാണെന്നുള്ളതും ജസ്റ്റ് അഡീഷണൽ ആയിട്ട് ഓർത്തിരിക്കുക. ഏറ്റവും കൂടുതൽ കാലം രാജ്യസഭാ അംഗമായ വ്യക്തി രാംജിത്ത് മലാനയാണ്. പേര് ഓർത്തിരിക്കണം, രാംജിത്ത് മലാന. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഉപരാഷ്ട്രപതിയാണ് ബൈറോൺ സിംഗ് ഷെഖാവത്ത് എന്ന് പറയുന്നത്. രാജ്യസഭാ സെക്രട്ടറി ജനറലായ ആദ്യത്തെ വനിതയാണ് ചിത്രത്തിൽ കാണാം VS രമാദേവി എന്ന് പറയുന്നത്. ഇവർ തന്നെയാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ ആദ്യത്തെ വനിത ചെയർപേഴ്സൺ എന്ന് പറയുന്നതും. ദെൻ പദവിയിലിരിക്കെ അന്തരിച്ച ഒരേ ഒരു ഉപരാഷ്ട്രപതിയാണ് കിഷൻ കാന്ത് എന്ന് പറയുന്നത്. ഏറ്റവും പ്രായം കുറഞ്ഞ ഉപരാഷ്ട്രപതി BD ജെട്ടിയാണ്. ഇദ്ദേഹമാണ് 1977 അടിയന്തരാവസ്ഥ പിൻവലിച്ചിട്ടുള്ള നമ്മുടെ ആക്ടിംഗ് പ്രസിഡന്റ്. അതായത് ഫക്രുദ്ദീൻ അലി അഹമ്മദിൻ്റെ മരണശേഷം അന്നത്തെ കാലഘട്ടത്തിലുണ്ടായിരുന്ന വൈസ് പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം. നേരെ ആക്ടിംഗ് പ്രസിഡൻ്റായി. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ അടിയന്തരാവസ്ഥ അന്ന് പിൻവലിച്ചതാരായിരുന്നു? BD ജെട്ടിയാണെന്നുള്ളത് ജസ്റ്റ് ഇതിനകത്തേക്ക് ഓർത്തിരിക്കുക. പാർലമെൻറ്റിൻ്റെ സമ്മേളനം നടക്കാറുണ്ട്. പാർലമെൻറ്റിൻ്റെ സമ്മേളനം എങ്ങനെയാണ്, എന്തൊക്കെയാണ് പാർലമെൻറ്റ് സമ്മേളനത്തിനകത്തുള്ള സവിശേഷതകൾ നമുക്കൊന്ന് കണ്ണോടിക്കാം. പാർലമെൻറ്റിൻ്റെ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഒരു വർഷത്തിൽ എത്ര തവണ സമ്മേളിക്കണം? ഏറ്റവും കുറഞ്ഞത് 2 തവണ ഏറ്റവും കുറഞ്ഞത് സമ്മേളിച്ചിരിക്കണം. ഇനി വാർഷിക സമ്മേളനങ്ങൾ എത്രയാണ്? 3 തവണയാണ്. നോക്കാം, നമുക്കൊരു വർഷത്തിൽ സമ്മേളനം 3 തവണയാണെന്ന് പറഞ്ഞു. ഏറ്റവും കുറഞ്ഞത് 2 തവണ സമ്മേളിച്ചിരിക്കണം എന്നാണ്. ഒന്നാമത്തത് ബജറ്റ് സമ്മേളനം. ഫെബ്രുവരി മുതൽ ഏതുവരെ? മാർച്ച് വരെ. ഫെബ്രുവരി മാർച്ച് കാലഘട്ടത്തിലാണത് വരിക. മൺസൂൺ സമ്മേളനം ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടത്തിനിടയിലായിരിക്കണം. ശീതകാല സമ്മേളനം നവംബർ മുതൽ ഡിസംബർ വരെയുള്ള കാലഘട്ടമായിരിക്കണം. ഇതാണ് സഭ സമ്മേളനത്തിൻ്റെ ആവറേജ് കാലാവധി എന്ന് പറയുന്നത്. ഇനി സംയുക്ത സമ്മേളനം നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താ സംയുക്ത സമ്മേളനം? അല്ലേ? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 108 പ്രകാരം ഇന്ത്യയുടെ പ്രസിഡന്റിന് വിളിച്ചു ചേർക്കാൻ പറ്റുന്ന സമ്മേളനമാണ് സംയുക്ത സമ്മേളനം. അതായത് ബില്ല് പാസ്സാക്കാൻ നമ്മുടെ രാജ്യസഭയ്ക്കും ലോക്സഭയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ബില്ലിനെ മത്സരിച്ച് പരാജയപ്പെടുത്തുന്ന അവസ്ഥ വരുമ്പോൾ രാജ്യത്ത് ആ ബില്ല് അനിവാര്യമാണെങ്കിൽ പ്രസിഡന്റിന് എന്ത് ചെയ്യാം? ഈ സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുക. സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുമ്പോൾ ഇരു സഭക്കാരും ഒരുമിച്ചാണ് സമ്മേളിക്കുക. പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ വെച്ചിട്ടാണ് സമ്മേളിക്കുക. നോക്കാം, വിളിച്ചു ചേർക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അതിൻ്റെ അധ്യക്ഷ പദവിയിലിരിക്കുന്നത് ആരാണ്? ലോക്സഭാ സ്പീക്കറാണ്. ഏറ്റവും കൂടുതൽ തവണ PSC വെച്ച ചോദ്യമാണ് സംയുക്ത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരിക്കും എന്നുള്ളത്. ആരാണ്? ലോക്സഭയുടെ സ്പീക്കർ. വിളിച്ചു ചേർക്കുന്നത് ആരാണ്? ഇന്ത്യയുടെ പ്രസിഡൻ്റാണ്. അധ്യക്ഷത വഹിക്കുന്നത് ഏറ്റവും കൂടുതൽ തവണ ആരാണെന്ന് പറയുന്നത്? അധ്യക്ഷത വഹിക്കുന്നത് PSC ചോദിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യമാണ്. ആരാണ്? ലോക്സഭയുടെ സ്പീക്കർ ആയിരിക്കും. ദെൻ ബില്ല് പാസ്സാവാൻ വേണ്ട ഭൂരിപക്ഷം എന്താണ്? എല്ലാവരും കൂടെ കൂടിയായിരിക്കുക. ബില്ല് പാസ്സാകാൻ വേണ്ടിയിട്ടുള്ള ഭൂരിപക്ഷം എത്രയാണ്? രാജ്യസഭയും ലോകസഭയും ഒരുമിച്ചിരുന്നാലും ആ സഭയ്ക്കകത്തുള്ള കേവല ഭൂരിപക്ഷം മതി ഒരു ബില്ല് പാസ്സാകാൻ വേണ്ടിയിട്ട്. സംയുക്ത സമ്മേളനം എന്ന ആശയം നമ്മൾ കൊണ്ടുവരുന്ന രാജ്യം നമുക്കറിയാം ഏത് രാജ്യത്താണ്? ഓസ്ട്രേലിയയിൽ നിന്നാണ് ഇങ്ങനെ ഒരു ആശയം നമ്മൾ കടമെടുക്കുന്നത്. ഇന്നേ വരെ ഇന്ത്യ രാജ്യത്ത് 3 തവണ മാത്രമാണ് എന്ത് നടന്നിട്ടുള്ളത്? സംയുക്ത സമ്മേളനം നടന്നിട്ടുള്ളത്. അത് ഏതൊക്കെ വർഷങ്ങളിലാണ് നോക്കാം. സ്ക്രീനിൽ കാണാൻ പറ്റും. 1961 സ്ത്രീധന നിരോധന നിയമം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. മറ്റൊന്ന് 1978 ബാങ്കിങ് സർവീസ് കമ്മീഷൻ റദ്ദാക്കുന്ന ഒരു നിയമം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. മറ്റൊന്ന് 2002 പോട്ട നിയമം നിലവിൽ വരാൻ വേണ്ടിയിട്ടാണ്. എന്താ പോട്ട? പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട് എന്ന്
പറയുന്ന പോട്ട നിലവിൽ വരാൻ വേണ്ടിയിട്ടാണ് 2002 നമ്മുടെ രാജ്യത്ത് സംയുക്ത സമ്മേളനം നിലവിൽ വന്നത്. അങ്ങനെ 3 തവണ സംയുക്ത സമ്മേളനം നടന്നിട്ടുണ്ട്. വർഷം 1961, 1978, 2002 എന്നുള്ളതും ഇതിനകത്ത് ഓർത്തിരിക്കുക. ഇനി നമുക്ക് പാർലമെൻറ്റിനകത്ത് കുറേ നടപടികളുണ്ട്. എന്തൊക്കെയാണ് പാർലമെൻറ്റിലെ നടപടിക്രമങ്ങൾ നമുക്കൊന്ന് കണ്ണോടിക്കാം. ഒന്ന്, ക്വാറം എന്ന് പറയുന്ന സംഭവമുണ്ട്. ആർട്ടിക്കിൾ 100-നകത്ത് പാർലമെൻറ്റിൻ്റെ ക്വാറം തികഞ്ഞില്ല, ക്വാറം തികയാൻ വേണ്ടിയിട്ട് ഇത്ര അംഗങ്ങൾ വേണം എന്നൊക്കെ നമ്മൾ പത്രങ്ങളിൽ മറ്റൊക്കെ കാണാറുണ്ട്. അതായത് ആകെ അംഗങ്ങൾ നമ്മൾ പറഞ്ഞു 552 അംഗങ്ങൾ എന്ന് പറഞ്ഞില്ല, അതിനകത്ത് സഭാ സമ്മേളനത്തിൽ വരുന്ന ആകെ അംഗങ്ങളിലെ 10-1 ക്വാറം എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഒന്നിങ്ങനെ പഠിച്ചു വെക്കുക. എന്താണ് ക്വാറം എന്ന് പറയുന്നത്? ആകെ അംഗങ്ങളുടെ 10-1 ക്വാറം. ഇനി ചോദ്യോത്തരവേള എന്ന് കേട്ടിട്ടുണ്ടാവും. എന്താ ചോദ്യോത്തരവേള? സമ്മേളനത്തിൻ്റെ ആദ്യ മണിക്കൂറുകളിലാണ് ചോദ്യോത്തരവേള നടക്കുക. നമുക്ക് പാർലമെൻറ്റ് നടപടിക്രമങ്ങളൊക്കെ ടി വികളിലൊക്കെ കാണുമ്പോൾ ചോദ്യോത്തരവേള കാണാൻ പറ്റും. 3 തരം ചോദ്യങ്ങളാണുള്ളത്. ഒന്ന്, നക്ഷത്ര ചിഹ്നമുള്ളത്, സ്റ്റാർ ഇട്ട ചോദ്യങ്ങൾ. അത് പച്ച നിറം കടലാസിലാണ് ചോദിക്കുക. PSCയുടെ ചോദ്യമാണ്. അടുത്തത് നക്ഷത്ര ചിഹ്നമില്ലാത്തത്, അത് വെള്ളക്കടലാസിലാണ് ചോദിക്കുക. അതുപോലെ തന്നെ ഷോർട്ട് നോട്ടീസ് ചോദ്യങ്ങൾ എന്ന് പറയാറുണ്ട്. അത് പിങ്ക് നിറത്തിലുള്ള കടലാസിലാണ് ആ ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ട് ചോദിക്കുക. ഓരോന്നിനും അതിൻ്റേതായ നിയമങ്ങളുണ്ടെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അത് കഴിഞ്ഞാൽ ശൂന്യവേള, 0 ഹവർ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താ ശൂന്യവേള? 12 മണി മുതൽ 1 മണി വരെയാണ് അതിൻ്റെ കാലാവധി, സമയ കാലാവധി എന്ന് പറയുന്നത്. നോട്ടീസ് നൽകുന്ന അടിയന്തര പ്രാധാന്യമുള്ള ചോദ്യങ്ങൾക്കുള്ള അനൗപചാരിക മാർഗ്ഗമാണത്. അതായത് ഭരണഘടനയിൽ പറയാതെ അനൗപചാരികമായിട്ട് തയ്യാറാക്കുന്ന ഒരു സംഭവമാണ്. 1962 മുതലാണ് ഇത് ആരംഭിക്കുന്നത്. 1962 മുതലാണ് ഇത് ആരംഭിക്കുന്നത്. ലോകസഭയിൽ പരമാവധി എത്ര വിഷയങ്ങൾ കൊണ്ടുവരാൻ പറ്റും? 20 വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിയും. മറ്റൊരു കേസ് നോക്കാം, പ്രൊരോഗേഷൻ എന്ന് പറയും. എന്താണ്? സഭയുടെ ഒരു സമ്മേളനം നിർത്തിവെക്കാനുള്ള നടപടിയാണത് പ്രൊരോഗേഷൻ എന്ന് പറയുന്നത്. പ്രൊരോഗേഷൻ നടത്താനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. അടുത്തത് അഡ്ജോൺമെൻറ്റ്. അതായത് ഒരു സഭാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സഭാ സമ്മേളനം നിർത്തിവെക്കുന്ന നടപടിക്രമത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നമ്മൾ അഡ്ജോൺമെൻറ്റ് എന്ന് വിളിക്കുക. 50 പേരുടെ പിന്തുണ ഉണ്ടെങ്കിൽ ഇത് ആർക്കും പ്രമേയം കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഇത് തീരുമാനിക്കാനുള്ള, ഇത് പ്രമേയം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നിർത്തിവെക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള പരിപൂർണ്ണ അവകാശം ആർക്കാണ്? ആരാണോ ലോക്സഭയുടെ സ്പീക്കർ സ്ഥാനത്തിരിക്കുന്നെങ്കിൽ അവർക്കായിരിക്കും അതിൻ്റെ പരിപൂർണ്ണ അവകാശം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നീട് അഡ്ജോൺമെൻറ്റ് സൈൻ ഡേ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതായത് സഭാ സമ്മേളനം നിർത്തിവെച്ച് അനിശ്ചിതകാലത്തേക്ക് പിരിയുന്ന നടപടിയുണ്ട്. അതായത് സഭാ സമ്മേളനം എന്തെങ്കിലുമൊക്കെ ഭയങ്കര പ്രക്ഷോഭങ്ങളൊക്കെ, സഭയ്ക്കകത്ത് പ്രതിപക്ഷ ബഹളം, അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവസാനം സ്പീക്കർ എന്ത് ചെയ്യും? അനിശ്ചിതകാലത്തേക്ക് സഭ പിരിയും. അങ്ങനെ ആ സഭ പിരിയുന്ന സഭ പിരിയുന്ന സംഭവത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? അഡ്ജോൺമെൻറ്റ് സൈൻ ഡേ. സൈൻ വെച്ചിട്ട് പിരിച്ചു വിട്ടു എന്ന് പറയുന്ന ഒരു ദിവസത്തിൻ്റെ പേരാണ് അഡ്ജോൺമെൻറ്റ് സൈൻ ഡേ എന്ന് പറയുന്നത്. അത്തരം അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെച്ച് പോകുന്ന ആ ദിവസത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? അഡ്ജോൺമെൻറ്റ് സൈൻ ഡേ എന്ന് പറയുന്നത്. മറ്റൊന്ന്, അടിയന്തര പ്രമേയം. സ്ഥിരമായി നമ്മൾ കേൾക്കുന്നതാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി അടിയന്തര പ്രമേയം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. എന്താണ്? സ്പീക്കറുടെ മുൻകൂർ അനുമതിയോടുകൂടി, അത് സ്പീക്കറുടെ ആദ്യം തന്നെ സഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവരുമായിട്ട് സ്പീക്കറുമായിട്ട് മുൻകൂർ അനുമതി നേടിയിട്ട് പാർലമെൻറ്റിൽ ഏതൊരു അംഗത്തിനും അടിയന്തര പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ മന്ത്രിയുടെ ശ്രദ്ധ ക്ഷണിക്കാൻ പറ്റും. അതിനാണ് അടിയന്തര പ്രമേയം എന്ന് പറയുക. ഏതെങ്കിലും ഒരു മന്ത്രിയുടെ വകുപ്പിനകത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ സ്പീക്കർക്ക് ആൾറെഡി ഈ വിഷയം ലെറ്റർ കൈമാറിയതിന് ശേഷം സ്പീക്കറുടെ കയ്യിൽ നിന്നും അനുമതി നേടിക്കൊണ്ടൊരാൾക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന അടിയന്തര പ്രമേയത്തിന് എന്ത് കൊടുക്കാം? നോട്ടീസ് കൊടുക്കാം. അപ്പോൾ സ്പീക്കർ ചിലപ്പോൾ എന്ത് ചെയ്യാറില്ല? അതിന് അനുമതി കൊടുക്കാറില്ല. അങ്ങനെ അനുമതി കൊടുക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സഭയ്ക്കകത്ത് കുറേ ബഹളവും മറ്റൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അടിയന്തര പ്രമേയം എന്ന് പറയുന്നത്. രാജ്യസഭയിൽ ഈ നടപടിക്ക് പകരം അറിയപ്പെടുന്ന പേരാണ് മോഷൻ ഓഫ് പേപ്പേഴ്സ് എന്നാണ് ഇതിൻ്റെ പേര്. അവിടെ അടിയന്തര പ്രമേയം എന്നല്ല പറയുക, എന്താ പറയുക? മോഷൻ ഓഫ് പേപ്പേഴ്സ് എന്നാണ് രാജ്യസഭയ്ക്കകത്തിനകത്ത് ഈ സംഭവം പറയുന്നത്. മറ്റൊന്ന്, അവിശ്വാസ പ്രമേയം. സ്ഥിരമായി കേൾക്കുന്ന മറ്റൊരു സംഭവമാണ് അവിശ്വാസ പ്രമേയം. മീൻസ് ഒരു സർക്കാരിൽ, ഭരിക്കുന്ന സർക്കാരിൽ പ്രതിപക്ഷത്തിന് വിശ്വാസമല്ല, അല്ലെങ്കിൽ ആളുകൾക്ക് വിശ്വാസമല്ല എന്നും പറഞ്ഞിട്ട് അവിശ്വാസ പ്രമേയം കൊടുക്കാൻ പറ്റും. അത് ആർക്കെതിരെ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ? ഭരണപക്ഷത്തിനെതിരെ പ്രതിപക്ഷം കൊടുക്കുന്ന നോട്ടീസാണ് എന്ത്? അവിശ്വാസ പ്രമേയം എന്ന് പറയുന്നത്. ലോകസഭയിൽ മാത്രമേ പറ്റുള്ളൂ. സംസ്ഥാന തലങ്ങളിൽ നിയമസഭയിലും പറ്റും. കേന്ദ്രത്തിൽ വരുമ്പോൾ ലോക്സഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. മിനിമം 50 അംഗങ്ങളുടെ പിന്തുണയെങ്കിലും ഉണ്ടാവണം ഇത് അവിശ്വാസ പ്രമേയം കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിലപ്പുറം ആളുകൾ അപ്പുറത്ത് വോട്ടിങ്ങിന് ഇട്ട് കഴിഞ്ഞാൽ അത് അപേക്ഷ കൊടുത്തതിനേക്കാൾ കൂടുതൽ ആളുകൾ, പ്രതിപക്ഷത്തേക്കാൾ കൂടുതൽ എന്തായാലും എന്തുണ്ടാവും? ഭരണപക്ഷം ഉണ്ടാവും. ഭരണപക്ഷം അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? അവിശ്വാസ പ്രമേയത്തെ തള്ളും അല്ലേ? എന്തായാലും അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കാനുള്ള അധികാരം പ്രതിപക്ഷത്തിനുണ്ട്. ഏറ്റവും ചുരുങ്ങിയ എത്ര പേരുടെ എന്തുണ്ടായാൽ മതി? അസന്റ് ഉണ്ടായാൽ മതി. 50 പേരുടെ അസന്റ് ഉണ്ടായാലും മതി. ആദ്യമായിട്ട് അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത് JB കൃപലാനിയാണ്. നമുക്കറിയാം ഭരണഘടനാ നിയമനിർമ്മാണ സഭയ്ക്കകത്തൊക്കെ അഭിസംബോധന ചെയ്ത് പ്രസംഗിച്ച വ്യക്തിയാണ് JB കൃപലാനി. INCയുടെ പ്രസിഡന്റ് ആയിരുന്നു.
ഇദ്ദേഹമാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ലോകസഭയിൽ എന്ത് ചെയ്യുന്നത് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റാണ് എന്തെന്ന് പറയുന്നത് വിശ്വാസ പ്രമേയം എന്ന് പറയുന്നത്. അതായത് പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമ്പോൾ ഭരണപക്ഷം എന്ത് കൊണ്ടുവരും വിശ്വാസ പ്രമേയം അവതരിപ്പിക്കും. അത് ലോകസഭയിൽ മാത്രമേ വിശ്വാസ പ്രമേയം അവതരിപ്പിക്കുള്ളൂ. പ്രധാനമന്ത്രിയാണ് എന്ത് ചെയ്യുക വിശ്വാസ പ്രമേയത്തിൽ പ്രസംഗിക്കുക. എന്താണ് ഞങ്ങളുടെ സർക്കാരിൻ്റെ വിശ്വാസം, ഇന്ന കാര്യങ്ങളിലൊക്കെ സർക്കാർ വ്യക്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് സഭയിൽ അവതരിപ്പിച്ചിട്ട് പ്രസിഡന്റിനൊക്കെ അല്ലെങ്കിൽ സ്പീക്കറൊക്കെ ബോധ്യപ്പെടുത്തുക. ഇതാണ് വിശ്വാസ പ്രമേയം എന്ന് പറയുന്നത്. ഓക്കെ, മറ്റൊന്നാണ് കാസ്റ്റിംഗ് വോട്ട്. ഇത് സഭയിലെ മറ്റൊരു പ്രധാന നടപടിയാണ്. കാസ്റ്റിംഗ് വോട്ട് എന്ന് പറയുന്നത് സ്പീക്കർക്ക് വോട്ട് ചെയ്യാനുള്ള അധികാരമാണ്. അതായത് ഇപ്പോൾ സഭയ്ക്കകത്ത് എന്തെങ്കിലും ഒരു വിഷയം വോട്ടിങ്ങിന് ഇടുമ്പോൾ ഭരണപക്ഷവും പ്രതിപക്ഷവും വോട്ട് ചെയ്തിട്ട് രണ്ടുപേരും തുല്യരായി എന്ന് വിചാരിക്കുക. ഒരു ബില്ലിന് വോട്ട് ചെയ്യുമ്പോൾ രണ്ടുപേരും തുല്യരായി നിൽക്കുക എന്ന് വിചാരിക്കുക. ആ സമയത്ത് സ്പീക്കർക്ക് എന്ത് ചെയ്യാനുള്ള അധികാരമുണ്ട്, ഒരു വോട്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. സ്പീക്കർ വോട്ട് ചെയ്തിട്ട് ആരാണോ ജയിക്കുന്നത് അവർക്കായിരിക്കും എന്തുണ്ടാവുക, ആ ബില്ല് പാസ്സാവുകയാണോ അതോ പരാജയപ്പെടുത്തുകയെന്നുള്ളത് സ്പീക്കർക്ക് തീരുമാനിക്കാം. പക്ഷേ എന്താണ് ഭരണകക്ഷിയുടെ ആളായിരിക്കും എന്ത് സ്പീക്കർ ഉണ്ടാവുക. തന്നെ സ്പീക്കറുടെ വോട്ട് എപ്പോഴും എന്തിലേക്കാണ് പോവുക, ഈ പറയുന്ന ഭരണകക്ഷിയുടെ തീരുമാനത്തിലേക്ക് ഏതാണോ അതിലേക്കാണ് പോവുക. ഓക്കെ, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക കാസ്റ്റിംഗ് വോട്ട് എന്ന് വിളിക്കുക. അത് സ്പീക്കറുടെ അധികാരം. മറ്റൊന്ന് ജെറി മാൻഡറിങ് എന്ന് പറയുന്ന മറ്റൊരു സംഭവമാണ്. ഭരണകക്ഷി തെരഞ്ഞെടുപ്പ് നേരിടാൻ മണ്ഡലങ്ങളിൽ മാറ്റം വരുത്തുക എന്നാണ്. അത് ഭരണകക്ഷിക്ക് തെരഞ്ഞെടുപ്പ് നേരിടാൻ വേണ്ടിയിട്ട് മണ്ഡലങ്ങളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തുന്നതിന് വിളിക്കുന്ന പേരാണെന്ത് ജെറി മാൻഡറിങ് എന്ന് പറയുന്നത്. മറ്റൊന്ന് ഫിലിബസ്റ്റർ എന്ന് പറയും. എന്താ ഫിലിബസ്റ്റർ? പ്രത്യേക താല്പര്യങ്ങൾ നേടാനായി സഭാ നടപടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടിക്കൊണ്ടുപോവുക. മീൻസ് സഭാ നടപടികൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ, അതായത് വേറെ എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് സഭാ സമ്മേളനം നീട്ടിക്കൊണ്ടുപോകുന്നതിനാണ് ഫിലിബസ്റ്റർ എന്ന് പറയുന്നത്. വേറൊന്ന് പിരിച്ചുവിടൽ. ആ വാക്കൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് പിരിച്ചുവിടൽ? സഭാ സമ്മേളനത്തിൻ്റെ കാലാവധി കഴിഞ്ഞാൽ, കാലാവധി തീർന്നാൽ ഇത് പിരിച്ചുവിടും അല്ലേ. പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ പിന്നെ ഭരണാധികാരം ആർക്കാണ് വരിക, പ്രസിഡന്റിനാണ് വരിക. അപ്പോൾ ലോകസഭ 5 വർഷക്കാലമായി 5 വർഷം കഴിഞ്ഞിട്ട് അവസാനത്തെ സമ്മേളനം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ സഭയെ പിരിച്ചുവിടും. പിന്നീട് എല്ലാ പാർട്ടികളും ഇലക്ഷനെ നേരിട്ടിട്ട് പുതിയ ഒരു സഭയാണ് വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും വേറെ ഗവൺമെൻറ്റൊക്കെ വന്നേക്കാം. അതുകൊണ്ട് തന്നെ പിരിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇലക്ഷൻ കഴിഞ്ഞ് പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത് വരെ പിന്നെ അധികാരം ആർക്കാണ്, ഇന്ത്യയുടെ പ്രസിഡന്റിനാണ്. അവിടെ പ്രധാനമന്ത്രിക്ക് പിന്നെ എന്താണ് പവറില്ല എന്നർത്ഥം. പക്ഷേ തൊട്ടതായി നമുക്ക് കാണാം കാവൽ മന്ത്രിസഭ. തെരഞ്ഞെടുപ്പിൽ പുതിയ മന്ത്രിസഭ വരുന്നത് വരെ അധികാരത്തിൽ തുടരുക. അതായത് തെരഞ്ഞെടുപ്പ് വന്നിട്ട് പുതിയ മന്ത്രിസഭ വരണം, അത് വരുന്നത് വരെ പിരിച്ചുവിട്ട ആ സഭയിലുള്ള ആളുകൾ കാവൽ മന്ത്രിസഭയായിട്ടൊക്കെ നിൽക്കും. വലിയ പവറൊന്നും ഇല്ലെങ്കിലും അവരായിരിക്കും അതുവരെ കാവൽ മന്ത്രിസഭയിൽ ഉണ്ടാവുക. ഏറ്റവും കൂടുതൽ കാലം കാവൽ മന്ത്രിസഭയിൽ മന്ത്രിയായത് എ.ബി. വാജ്പേയിയാണ്. കാവൽ മന്ത്രിസഭയിൽ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായിട്ടുള്ളത് ആരാണ്? എ.ബി. വാജ്പേയി ആണെന്നുള്ളത് ഓർത്തിരിക്കുക. മറ്റൊന്ന് ലൈം ഡെക്ക് സെഷൻ. ഒക്കെ പുതിയ ഓരോ പേരുകളാണ്. ലൈം ഡെക്ക് സെഷൻ. ഓക്കെ, പുതിയ മന്ത്രിസഭ തിരഞ്ഞെടുത്ത ശേഷം കാലാവധി കഴിഞ്ഞ ലോക്സഭയുടെ അവസാനത്തെ സെഷനെ വിളിക്കുന്ന പേരാണ് ലൈം ഡെക്ക് സെഷൻ എന്ന് പറയുന്നത്. അതായത് പുതിയ മന്ത്രിസഭ വരികയാണ്. അപ്പോൾ കാലാവധി കഴിഞ്ഞ് ആരുണ്ടായിരിക്കും? ലോകസഭ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ കാലാവധി കഴിഞ്ഞിട്ടുള്ള ലോകസഭ അവസാനമായിട്ട് പിരിഞ്ഞു പോകുന്ന ആ ഒരു സെഷനെ വിളിക്കുന്ന പേരാണെന്ത് ലൈം ഡെക്ക് സെഷൻ എന്ന് പറയുന്നത്. മറ്റൊന്ന് പ്രതിപക്ഷ നേതാവ്. നമുക്ക് അറിയുന്ന വാക്കാണ്, നമുക്ക് സുപരിചിതമായ വാക്കാണ് പ്രതിപക്ഷ നേതാവ്. എന്താണ് ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടി ഏതാണോ അവരുടെ നേതാവായിരിക്കും പ്രതിപക്ഷ നേതാവ്. ഇപ്പോൾ സംസ്ഥാന തലങ്ങളിലൊക്കെ നമുക്ക് വ്യക്തമായിട്ടത് മനസ്സിലാക്കാൻ പറ്റും. കാരണം കേരളത്തിലൊക്കെ പ്രത്യേകിച്ച് മെജോറിറ്റി ആയിട്ടുള്ള 2 മുന്നണികളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഏറ്റവും കൂടുതൽ സീറ്റുള്ളവർക്കാണ് അവർക്കാണ് പ്രതിപക്ഷം കിട്ടുക. പക്ഷേ ലോക്സഭയിലേക്കൊക്കെ വരുമ്പോഴേക്കും ഒരുപാട് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്ത പാർട്ടിക്കാരുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എല്ലാ സമയത്തും ഒരേ പാർട്ടി തന്നെ പ്രതിപക്ഷ നേതാവ് ആയിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സീറ്റുള്ള പ്രതിപക്ഷ പാർട്ടിയുടെ, അതായത് 10-1 സീറ്റ് വേണം. ആ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവ് ആരെങ്കിലും ഒരാളായിരിക്കും എന്തായിട്ട് അധികാരത്തിൽ വരിക, പ്രതിപക്ഷ നേതാവായിട്ട് വരിക. ആദ്യത്തെ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് റാം സുഭക് സിംഗ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇന്ത്യ രാജ്യത്ത് ആദ്യത്തെ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് ആരാണ്? റാം സുഭക് സിംഗ് ആണെങ്കിൽ രാജ്യസഭയിൽ അത് ശ്യാം നന്ദൻ പ്രസാദ് മിശ്ര എന്ന് പറയുന്ന വ്യക്തിയാണ്. രാജ്യസഭയിൽ അത് ശ്യാം നന്ദൻ പ്രസാദ് മിശ്ര എന്ന പേരിലുള്ള വ്യക്തിയാണ് രാജ്യസഭയിൽ ഉണ്ടായിരുന്നത്. ഇത്രയൊക്കെയാണ് ലോകസഭയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സഭാ സമ്മേളനത്തിൻ്റെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് പറയാനുള്ള ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ.